മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിലിൽ അനിശ്ചിതത്വം. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ ഇനി തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. അതേസമയം ഇതിനായി 1 കോടിയോളം രൂപ ചിലവ് വരും. ജില്ലാ ഭരണകൂടത്തിന് ഇത്രയും തുക ചിലവഴിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും കർണാടക സർക്കാർ ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നുമാണ് ജില്ലാ കളക്ടർ കുടുംബത്തെ അറിയിച്ചത്. വിവരങ്ങളുമായി ബൈജു ചേരുന്നുണ്ട്. ബൈജു, തിരച്ചിൽ ഒരുപാട് മുന്നോട്ട് പോയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായി ചില പ്രശ്നങ്ങൾ കാരണം അവസാനിപ്പിക്കേണ്ടി വന്നു. ശക്തമായ അടിയൊഴുക്ക് ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയുള്ള പ്രതീക്ഷ എന്താണ്? ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യങ്ങൾ പുനരാരംഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും രഞ്ജിത്തെ, ഈ ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ ഇനി ഈ തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. ഇതിൽ ഏറ്റവും പ്രതിസന്ധിയായിരിക്കുന്നത് ഈ ഡ്രഡ്ജർ എത്തിയാൽ അത് 1 കോടി രൂപയോളം ചെലവ് വരുന്നുണ്ട്. പക്ഷേ അത് ജില്ലാ ഭരണകൂടത്തിന് ഏതെങ്കിലും രീതിയിൽ താങ്ങാവുന്നതല്ല. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഈ തിങ്കളാഴ്ചയാണ് പ്രധാനപ്പെട്ട നിർണായകമായ ഒരു യോഗം ഇതിനായി കർണാടകയിൽ ചേരുന്നത്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാവും. അപ്പോഴും മറ്റു പ്രതിസന്ധികളുള്ളത് ഈ ഡ്രഡ്ജർ എങ്ങനെയാണ് ഈ ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കുക എന്നാണ്. റോഡ് മാർഗം നിലവിൽ എത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കൊങ്കൺ പാത ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ പാതയിലൂടെ ഇത്രയും വലിയൊരു യന്ത്രം എത്തിക്കുക വളരെ പ്രയാസകരമാണ്. അങ്ങനെയാണെങ്കിൽ കടൽ മാർഗം എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അത് എത്രത്തോളം വിജയകരമാകും എന്ന് അറിയുന്നതിനായി ഇതിനുള്ള മെക്കാനിക് വിഭാഗം തിങ്കളാഴ്ച ശിരൂരിൽ എത്തുന്നുണ്ട്. ആ സംഘം അവിടെ പരിശോധിക്കും ഏത് രീതിയിൽ ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ സാധിക്കും എന്നത്. ഏറ്റവും പ്രധാനം ഈ ചെലവ് തന്നെയാണ്. 1 കോടിയോളം രൂപ ചെലവ് അത് കർണാടക സർക്കാർ വഹിക്കുമ്പോൾ കർണാടക സർക്കാർ അതിന് തയ്യാറാകുമോ എന്നതാണ്. ഏതായാലും ഇതിൽ വലിയ അനിശ്ചിതത്വം ഉണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അർജുനും ഒപ്പം ലോകേഷിനും ഒപ്പം ജഗന്നാഥനും ഈ 3 പേർക്കുമായുള്ള തിരച്ചിലാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. എന്തായാലും പ്രാദേശികമായി വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. ജഗന്നാഥനും ഒപ്പം ഈ ലോകേഷിനുമുള്ള ഇവരെ കണ്ടെത്താത്തതിൽ. അതിനൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ 30 ദിവസം കൃത്യം 30 ദിവസമാകുമ്പോഴേക്കുമായിരുന്നു ഈ തിരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിലേറ്റവും പ്രധാനമായും ഇവർ പറഞ്ഞത് ഈ പുഴയിൽ വിസിബിലിറ്റി, സീറോ വിസിബിലിറ്റി എന്നാണ്. അതിനോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ലോറി കണ്ടെത്താനോ ഇവരെ ഈ ലോറിക്കകത്ത് ക്യാബിനകത്ത് അർജുനുണ്ടോ കണ്ടെത്താനോ അല്ല മറ്റു 2 പേരെ കണ്ടെത്താനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വലിയ കൂറ്റൻ മരങ്ങൾ ഈ പുഴയുടെ അടിത്തട്ടിലുണ്ട്. അതുകൂടാതെ കല്ലും ചെളിയും മണ്ണും ഒക്കെ ഉള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് ഒരു പരിമിതിയുണ്ട് അവർക്ക് അതിലേക്ക് എത്താൻ. ഏതായാലും ഈ തുടക്കത്തിൽ KC വേണുഗോപാലാണ് ഇതിൽ വലിയ തോതിൽ ഇടപെട്ടത്. അദ്ദേഹമാണ് ഇടപെട്ട് കർണാടക സർക്കാരിനെ കൊണ്ട് ഇത്രത്തോളം വലിയ തെരച്ചിലിനെ മേൽനോട്ടം വഹിക്കാൻ തയ്യാറായത്. ഇനിയും KC വേണുഗോപാലിനെ സമീപിക്കാനാണ് ഈ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. KC വേണുഗോപാലിനോട് സംസാരിച്ച് ഇത്തരത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. ഏതായാലും ജിതിൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും ലോറി ഉടമയും ഒക്കെ ഇവിടെ ശിരൂരിൽ തന്നെ തങ്ങുന്നുണ്ട്. അവിടുത്തെ തന്നെ തങ്ങി ഇനി എന്താണ് മറ്റ് മാർഗങ്ങൾ എന്ന് അവർ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ച നിർണായകമായ യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ എന്ത് തീരുമാനമായിരിക്കും കർണാടക സർക്കാർ എടുക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. ഇത്രയും ചെലവ് വഹിക്കാൻ കർണാടക സർക്കാർ തയ്യാറാകും. ഏതായാലും ജില്ലാ ഭരണകൂടം ഏതാണ്ട് കൈയൊഴിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. ഇനി കർണാടക സർക്കാരിന്റെ കയ്യിലാണ് ഇതിന്റെ തെരച്ചിലിനെ മുന്നോട്ടുള്ള ഭാവിയുള്ളത്. എന്നാലും നമുക്ക് വളരെ അരികിലെത്തി അർജുന് വളരെ അരികിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള വലിയ യന്ത്ര സംവിധാനങ്ങളില്ലാതെ ആ ലോറി പുറത്തേക്ക് എടുക്കുക, ഇവരെ കണ്ടെത്തുക വളരെ പ്രയാസകരമാണ്. ഇതിൽ പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വലിയ പാറക്കൂട്ടങ്ങളുണ്ട്. അതൊക്കെ ഇന്നലെ ഈ മുങ്ങൽ വിദഗ്ധർ കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ അത്തരത്തിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിസിബിലിറ്റി ഒരു വലിയ പ്രശ്നമായി തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴ ശക്തമായി കൊങ്കൺ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അനിശ്ചിതത്വം തുടരുന്നു എന്ന് വേണം പറയാൻ. എത്രയും പെട്ടെന്ന് ഈ യന്ത്രം എത്തിച്ച് തെരച്ചിൽ പുനരാരംഭിക്കുക, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് തിങ്കളാഴ്ചയോടുകൂടി ഈ യോഗത്തിന് ശേഷം കർണാടക സർക്കാർ കടക്കുമോ? ഏതായാലും ദൌത്യം നിർത്തിവെച്ചിട്ടില്ല എന്ന ഉറപ്പ് കാർവാർ MLA പറയുന്നുണ്ട്. കുടുംബത്തിന് അത്തരത്തിലുള്ള ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. 22-ാം തീയതിയോടുകൂടി ഈ ദൌത്യം പുനരാരംഭിക്കുന്നതാണ് പറഞ്ഞത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൌത്യം, അത് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൌത്യം. ആ ദൌത്യത്തിനൊടുവിൽ കണ്ടെത്താൻ ആകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ MLAയും ഒപ്പം ഈ കുടുംബം ഒക്കെ വ്യക്തമാക്കിയിരുന്നത്. എന്നാലും അതിന് കർണാടക സർക്കാർ ഇനി തയ്യാറാകുമോ എന്നാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യം. 3 പേരെ കണ്ടെത്താനുണ്ട്. ഈ ജഗന്നാഥന്റെ കുടുംബം ഉൾപ്പെടെ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇപ്പോൾ ടെലിഫോണിലാണ്. ജിതിൻ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ തന്നെ തുടരുകയാണ് അല്ലെ? എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ജിതിൻ? അതെ, ഇവിടെ തന്നെ തുടരുകയാണ്. പുതിയ വിവരങ്ങളായിട്ടൊന്നുമില്ല. ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ആ ഷിപ്പ് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് സ്ഥലം വിലയിരുത്തി ഇതിന് ശേഷമായിരിക്കും ഒരു പോസിറ്റീവ് ഉണ്ടാവുക എന്ന രീതി തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവര് എന്തായാലും പരിശോധനയ്ക്ക് വരുന്നുണ്ട്, നാളെ വരും. ഈ ഡ്രഡ്ജർ എത്തിക്കണം അല്ലേ അവിടെ?
അതെ ഡ്രഡ്ജർ എത്തിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യം ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ആദ്യം ഇതില് എമൗണ്ട് എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്ത് കൊണ്ടുവരും എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഇപ്പം അത് പ്രൈസ് ഹൈക്ക് ആക്കിയിട്ടുണ്ട് അവര്. അപ്പൊ അതിന്റെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കളക്ടർ അറിയിച്ചത്. കാരണം അവരുടെ പരിമിതിയിലല്ല ഇത്രയും രൂപ വരുന്നത് കൊണ്ട് അത് ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ട ഒരു നടപടിയാണെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 കോടിയോളം രൂപ ഒരു വലിയ ചെലവ് വരുന്ന ഒരു ഭാരിച്ച തുകയാണ്. അത് ഈ ജില്ലാ ഭരണകൂടത്തിൽ ഒറ്റയ്ക്ക് അത് വഹിക്കാനുള്ള സാഹചര്യമില്ല തൽക്കാലം. അങ്ങനെയാണ് കളക്ടറൊക്കെ അറിയിച്ചിരിക്കുന്നത് അല്ലേ? അതെ, അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും കൂടി ഗവൺമെന്റ് ഇടപെട്ട് കഴിഞ്ഞാൽ, കാരണം അവർ ഈ ഷിപ്പ് കമ്പനി പറഞ്ഞിരിക്കുന്ന പ്രകാരം അവർക്ക് 10 ദിവസത്തെ എമൗണ്ട് ഒരുമിച്ച് നൽകണം എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. നിങ്ങൾക്ക് 1 ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും 10 ദിവസത്തിന്റെ പൈസ ഒരുമിച്ച് വേണ്ടി കൊടുക്കേണ്ടി വരും എന്ന രീതിയിലാണ് പറഞ്ഞത്. അത് ഗവൺമെന്റ് ഇടപെട്ടിട്ട് അത് പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ, മാൽപ്പയുടെയൊക്കെ തിരച്ചിലുണ്ടായിരുന്നല്ലോ അർജുൻ. ഇപ്പോഴും ശക്തമായ അടിയൊഴുക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഒരു വടം അത് കിട്ടി, അതിന്റെ അങ്ങേയറ്റത്ത് ലോറി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. ആ തരത്തിൽ തന്നെയാണോ ഇപ്പോൾ കാര്യങ്ങൾ? കുറച്ചുകൂടി ഡ്രഡ്ജറൊക്കെ ഉപയോഗിച്ചാൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണോ നിങ്ങൾ? ഡ്രഡ്ജർ അതിന് സാധ്യതകൾക്ക് വേണ്ടിയിട്ടാണ് ആ സംഘം നാളെ വരുന്നുണ്ട് ഇവിടെ. ഈ സ്ഥലം സന്ദർശിച്ച് അതിന് വിലയിരുത്തിയതിനു ശേഷം അതിന്റെ ഒരു പ്രതികരണം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കളക്ടർ ഭാഗത്തു നിന്ന് ആ പ്രതികരണം കിട്ടും. അവരെ സംഘം ഇവിടെ എത്തിച്ചേരുന്നുണ്ട് നാളെ. ശരി. ഇതിനെന്തായാലും തുടരുകയാണെന്ന് മനസ്സിലായി. നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ബൈജു. അതാണ് ഏറ്റവും കൂടുതൽ സാഹചര്യം. നാളെയും ഇതിൽ നമ്മൾ ഈ പണത്തിന്റെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രതീക്ഷാ നിർഭരമായ തെരച്ചിലുകൾ അവിടെ തുടരുന്നുണ്ട്. അതെല്ലാ തലത്തിലുമുണ്ട്. പ്രത്യേക യോഗങ്ങൾ കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെയുള്ള ഒരു അലംഭാവമൊക്കെ വിട്ടുമാറിയിട്ട് സർക്കാരുകൾ കുറച്ചുകൂടി ഉത്തരവാദിത്തോടെ പെരുമാറുന്നതൊക്കെ ഉണ്ട്. നമുക്ക് നാളത്തെ അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസത്തിനകമെങ്കിലും എന്തെങ്കിലും ഒരു വിവരം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, കർണാടക സർക്കാർ ഇതിന് അനുകൂലമായ നിലപാടെടുക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. കാരണം നമ്മുടെ അർജുന് പുറമെ കന്നഡികരായ പ്രദേശത്തെ 2 പേർ കൂടി ഈ മണ്ണിനടിയിലോ പുഴയിലോ ആയുണ്ട്. അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അതിന് വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്, ഇവരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട്. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാർ അനുകൂലമായ ഒരു നിലപാടെടുക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അത് ഇനി നീളുന്നത് അത് വലിയ തുടരുക ബൈജു. എം കെ രാഘവൻ MP ടെലിഫോൺ ലൈനുണ്ട്.